ഹലോ മൈ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് പഠിക്കുന്നത് ഞാൻ രണ്ട് ക്ലാസ്സിലെ രണ്ട് വീഡിയോസിലായിട്ട് പറഞ്ഞ കാര്യങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. നമ്മൾ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്താണ്, അല്ലെങ്കിൽ വാട്ട് ഈസ് ഓർഗനൈസേഷൻ ബിഹേവിയർ നടത്തുന്നതിലും അതിൻ്റെ റെലവൻസും സ്റ്റഡി ചെയ്യുന്ന റെലവൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അത് നെക്സ്റ്റ് ഇപ്പം നമ്മളിനി ഒരു എക്സാം പോയിൻ്റ് ഓഫ് വ്യൂ പഠിക്കുന്ന പോലെ പഠിക്കുകയാണെങ്കിൽ നമ്മൾ എന്തായാലും മോബി പഠിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് പഠിക്കുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ എന്ത് പഠിക്കണം, അതിന് മീനിങ് പഠിക്കണം. ഓക്കെ, അപ്പോൾ മീനിങ് ആണ് നിങ്ങൾ പഠിക്കുന്നത്. ഫസ്റ്റ്, വാട്ട്സ് ദ മീനിങ് ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. അപ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ മീനിങ് പഠിക്കാൻ ഓർഗനൈസേഷൻ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ എന്താ നമുക്ക് പറയാൻ പറ്റും. ഇതിൽ ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് എ സ്റ്റഡി ഓഫ് വാട്ട് people think, feel and do in and around the organization. What is organization behavior? Is the study of what people think, feel and do in and around the organization. Okay, the study of organization behavior facilitate the process of explaining, understanding, predicting, maintaining and changing employee behavior in an organization setting. ഇപ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയർ ഇസ് ഡയറക്ട്ലി കൺസേൺ വിത്ത് ദി അണ്ടർസ്റ്റാൻഡിങ്, പ്രഡിക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ എൻ ഓർഗനൈസേഷൻ. ഇറ്റ് ഈസ് എൻ ഏരിയ ഓഫ് സ്റ്റഡി ദാറ്റ് involved impact the individual, group and structure have on behavior within organization. മൂന്ന് കാര്യത്തെക്കുറിച്ച് മെയിനായിട്ട് ഇത് പറയണത്. ഒന്ന് ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഗ്രൂപ്പ് ബിഹേവിയർ ആൻഡ് സ്ട്രക്ചർ. ഓക്കെ, അപ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയറിലെ ശരിക്കും പറയുകയാണെങ്കിൽ ഈസ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി. ഒരു ഡെഫിനിഷൻ നിങ്ങൾക്ക് പഠിക്കാം. ഇതിൽ കുറേ ഡെഫിനിഷൻസ് ഉണ്ട്. അതായത് ഡെഫിനേഷൻ നമ്മൾ പറയുകയാണെങ്കിൽ ഏതൊക്കെ ഡെഫിനേഷൻസിലുള്ളത്, ഡെഫിനേഷൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഡെഫിനേഷൻസ് നമ്മുടെ എന്താണ് ഫ്രെഡ് ലൂതൻസ് ഡെഫിനേഷൻ വളരെ ഈസിയാണ്. അതേതാ ഡെഫിനേഷൻ ഏതാ? ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് ഈ ഡെഫിനേഷൻ ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് ഡയറക്ട്ലി കൺസേൺ വിത്ത് കാണാനില്ല അല്ലേ, ഞാൻ ഒന്നും അയച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ ഡെഫിനിഷൻ പഠിച്ചോളൂ. ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് directly concerned with the understanding and പ്രൊഡക്ഷനിൽ പറയുന്നത് ശരിക്കും അണ്ടർസ്റ്റാൻഡിങ്, പ്രൊഡക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഓർഗനൈസേഷനാണ്. അണ്ടർസ്റ്റാൻഡിങ് പ്രഡിക്ഷൻ, ആക്ച്വലി പ്രൊഡക്ഷൻ അല്ല. ഓർഗനൈസേഷൻ ബിഹേവിയർ ഇസ് ഡയറക്ട്ലി കൺസേൺ വിത്ത് അണ്ടർസ്റ്റാൻഡിങ്, പ്രഡിക്ഷൻ ആൻഡ് കൺട്രോൾ ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇൻ ഓർഗനൈസേഷൻ. ശരിക്കും പറഞ്ഞാൽ ഒബിയിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ നടത്താൻ മോഡേൺ ഓർഗനൈസേഷൻ ബിഹേവിയർ ഏറ്റവും കൂടുതൽ നമ്മൾ റെഫേർഡ് ടെക്സ്റ്റ് ബുക്ക് എന്നൊക്കെ പറയുന്നത് റോബിൻസിൻ്റെയാണ്, സ്റ്റീഫൻ പി റോബിൻസിൻ്റെ ഡെഫിനിഷൻ പ്രകാരം. അതാണ് ശരിക്കും പറഞ്ഞാൽ അതും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് യൂസ്ഫുള്ളാണ്. ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ദി ഇമ്പാക്റ്റ്. ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് എ ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്, ഒരു സെപ്പറേറ്റ് ഫീൽഡ് ഓഫ് സ്റ്റഡിയാണ്. ദാറ്റ് ഇൻവെസ്റ്റിഗേറ്റ് the impact that individual, group and structure have on behavior within organization for the purpose of applying such knowledge towards improving organizational effectiveness. ഇതാണ് ശരിക്കും കൺക്ലൂഷനായിട്ട് പറയാൻ ഏറ്റവും എളുപ്പം. കൺക്ലൂഷനായിട്ട് പറഞ്ഞ കാര്യം എന്താണ് നമ്മൾ പറയാൻ നോക്ക്. ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് എ ഇൻവെസ്റ്റിഗേറ്റ് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ്, ഇമ്പാക്റ്റ് ഓഫ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓൺ ഹ്യൂമൻ ബിഹേവിയർ. അത് ഇമ്പാക്ട് ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ്, ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. അതുപോലെ ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയാണ് ഓർഗനൈസേഷനെ എന്താ പറയുക എഫക്റ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഇതുകൊണ്ട് എങ്ങനെ നോളജ് അറിയണമെന്ന് ടു അപ്ലിക്കേഷൻ ഓഫ് നോളജ് ഇങ്ങനെ അറിയണത്. അതായത് ഓർഗനൈസേഷൻ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യണു എംപ്ലോയീസിൻ്റെ ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യണം ഓർഗനൈസേഷൻ. ഈ രണ്ടിൻ്റെയും നോളജ് നമ്മൾ ഇന്ന് യൂസ് ചെയ്യും. ആ നോളജ് നമ്മൾ വി ആർ അപ്ലൈയിങ് ദാറ്റ് നോളജ് ടു അച്ചീവ് ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്നെസ്. ഓക്കെ,
ഓർഗനൈസേഷൻ ഇഫക്റ്റീവ്നെസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദി അപ്ലിക്കേഷൻ ഓഫ് നോളജ് ടു അച്ചീവ് ഓർഗനൈസേഷൻ എഫക്റ്റീവ്നെസ്. അപ്പോൾ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഈ മുകളിൽ പറഞ്ഞ ഓർഗനൈസേഷൻ ബിഹേവിയർസ് എ ഫീൽഡ് ഓഫ് സ്റ്റഡി ഇൻവെസ്റ്റിഗേറ്റ് ദി ഇമ്പാക്ട് ഓഫ് ഇൻഡിവിജ്വൽ പറഞ്ഞത്. ഈ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ആരുടെ ഡെഫിനേഷനാണ്? സ്റ്റീഫൻ പി റോബിൻസൺ ഡെഫിനേഷനാണ്. ഈ ഡെഫിനേഷൻ പഠിച്ചോ. അതെല്ലാം നിങ്ങൾ വളരെ ഷോർട്ടായിട്ടുള്ള ഡെഫിനേഷൻ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോർട്ടായിട്ട് ഡെഫിനേഷൻ പഠിച്ചോളൂ. അതിൽ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതിൽ ഡെഫിനിഷൻ പ്രകാരം പ്രിഡിക്റ്റിംഗ് എന്നുള്ള വാക്കാണ്. ഈ വാക്ക് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ്. പ്രൊഡക്ഷൻ അല്ല, ദിസ് ഈസ് പ്രൊഡക്ഷൻ അല്ല. അതായത് ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് ഡയറക്ട്ലി കൺസേൺ വിത്ത് അണ്ടർസ്റ്റാൻഡിങ് പ്രിഡിക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് ഹ്യൂമൻ ബിഹേവിയർ അറ്റ് വർക്ക് എന്നുള്ള ആരുടെ ഡെഫിനേഷൻ പഠിച്ചോളൂ? ലൂതർഫോർഡ്സിൻ്റെ ഡെഫിനേഷൻ പഠിച്ചോളൂ. ഓക്കെ, അത് പഠിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലും 2 ഡെഫിനേഷനെങ്കിലും പഠിച്ചു വയ്ക്കൂ. മീനിങ്ങും നിങ്ങൾക്ക് എഴുതാം. അപ്പോൾ ഓർഗനൈസേഷൻ ബിഹേവിയറിൽ നമ്മൾ 3 എലമെൻറ്റ്സാണ് പഠിക്കുന്നത്. അതായത് വി ആർ ഇൻവെസ്റ്റിഗേറ്റ് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ബിഹേവിയറും ഗ്രൂപ്പ് ബിഹേവിയറിനെ കുറിച്ച് നമ്മൾ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഓർഗനൈസേഷൻ സ്ട്രക്ചർ എങ്ങനെയാണ് അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അത് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ ബിഹേവിയർ. അതുപോലെ തന്നെ ഈ അപ്ലിക്കേഷൻ ഓഫ് നോളജ്, ആ 2 അപ്ലിക്കേഷൻ നോളജ്, അതായത് ഹ്യൂമൻ ബിഹേവിയർ പറഞ്ഞു. ഓർഗനൈസേഷനിൽ 2 ഫണ്ടമെൻ്റൽ കോമ്പോണൻസാണ് പഠിക്കണമെന്ന് പറഞ്ഞില്ലേ? ഏതൊക്കെ ഫണ്ടമെൻ്റൽ കോമ്പോണൻസാണ് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ പഠിക്കുന്നത്? ഒന്ന് സ്റ്റഡി ഓഫ് ദി നാച്ചർ ഓഫ് എ മാൻ ആൻഡ് നാച്ചർ ഓഫ് ഓർഗനൈസേഷൻ. മാനിനെ കുറിച്ചും ഓർഗനൈസേഷനെ കുറിച്ചും സ്റ്റഡി ചെയ്യുന്നുണ്ട്. ആ സ്റ്റഡി നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? മെയിനായിട്ടും ഓർഗനൈസേഷനിലെ എഫക്റ്റീവ്നെസ്, അതായത് ഓർഗനൈസേഷനിലെ എഫക്റ്റീവ് ആവാൻ വേണ്ടിയിട്ട്, നന്നായി ഓർഗനൈസേഷൻ എഫക്റ്റീവ് ആവാൻ വേണ്ടി നമ്മൾ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിനെ കുറിച്ചും, അതുപോലെ തന്നെ അവരുടെ ഇൻഡിവിജ്വലായിട്ടും പഠിക്കുന്നുണ്ട്, ഗ്രൂപ്പായിട്ട് അവരെങ്ങനെ ഇൻഡിവിജ്വൽ പെർഫോമൻസും പഠിക്കുന്നുണ്ട്, ഗ്രൂപ്പിൽ വർക്ക് ചെയ്യുന്ന പെർഫോമൻസും പഠിക്കുന്നുണ്ട്. അതുപോലെ ഈ ഓർഗനൈസേഷൻ സ്ട്രക്ചറിനെ കുറിച്ചാണ്. അപ്പോൾ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ആൻഡ് സ്ട്രക്ചറാണ് മെയിനായിട്ട് നമ്മൾ ഓർഗനൈസേഷനെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ. 4 കീ എലമെൻറ്റ്സ് ഉണ്ട്. ഇതല്ലാതെ തന്നെ, അതായത് നമ്മൾ 3 പറഞ്ഞുള്ളൂ. അതായത് ഓർഗനൈസേഷൻ സ്ട്രക്ചറും ഇൻഡിവിജ്വലും, ഗ്രൂപ്പ്, ടെക്നോളജി, എൻവയോൺമെൻറ്റ്, അതൊക്കെ ശരിക്കും പഠിക്കുന്നുണ്ടെങ്കിലും ഫണ്ടമെൻ്റൽ കോൺസെപ്റ്റിൽ പീപ്പിൾ, സ്ട്രക്ചർ, ടെക്നോളജി, എൻവയോൺമെൻറ്റ് ഉണ്ട്. നമ്മുടെ ഡെഫിനേഷൻ പ്രകാരം സിമ്പിളായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് ഇൻഡിവിജ്വൽ ആൻഡ് സ്റ്റഡി ദി ബിഹേവിയർ ഓഫ് എൻ ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ആൻഡ് ഹൗ ദാറ്റ് ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഇമ്പാക്ട് on group behavior and application of that knowledge to increase the organizational effectiveness. ഞാൻ ചിന്തിക്കുന്നു നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായിന്ന്. ഓക്കെ, അപ്പം നിങ്ങൾ ഫസ്റ്റ് ക്ലാസ്സാണ്. ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് പറയണം എന്നോട്. ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്യാൻ വേണ്ടി BBA കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അബ്ദുൽ അസീസ് കോരവത്തിൻ്റെയും വേണുഗോപാൽ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഉപയോഗിക്കാം. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ മീനിങ് പഠിക്കാൻ, ഏതെങ്കിലും മീനിങ് പഠിക്കാൻ ഒരു 3-4 സെൻറ്റൻസിൽ മീനിങ് എഴുതണമെങ്കിൽ ഈ പറഞ്ഞ ഡെഫിനേഷൻസിന് മീനിങ് ആക്കാം. ഒരു ഡെഫിനേഷൻ പഠിച്ചോളൂ. ഓക്കെ, ഇനി സമ്മപ്പ് ചെയ്ത് പറയുകയാണെങ്കിൽ ഓർഗനൈസേഷൻ ബിഹേവിയർ നമ്മൾക്ക് പഠിച്ചു കഴിഞ്ഞാലുള്ള അതിൻ്റെ യൂസ്ഫുൾ എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ലീഡർഷിപ്പാണ് ഒരു ഓർഗനൈസേഷൻ സ്യൂട്ടാവുക, എങ്ങനെയാണ് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യുക, എങ്ങനെയാണ് എംപ്ലോയീസിൻ്റെ പെർഫോമൻസ് ഇൻക്രീസ് ചെയ്യുക, എങ്ങനെ നല്ലൊരു ടീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് ഒരു എഫക്റ്റീവ് ഗ്രൂപ്പ് എങ്ങനെ ഫോം ചെയ്യാം, എങ്ങനെയാണ് ഓർഗനൈസേഷനിലെ സ്ട്രക്ചർ, ഏത് സ്ട്രക്ചറാണ് നമ്മൾ പഠിച്ച ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്ട്രക്ചർ ഓർഗനൈസേഷൻ സെറ്റിങ്സിലുണ്ട്. ഏത് സെറ്റിങ്ങാണ് നമ്മുടെ ഓർഗനൈസേഷൻ സ്യൂട്ട് ആവണത്, എങ്ങനെയാണ് ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്താണ്, ഓർഗനൈസേഷൻ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഇൻഡിവിജ്വൽ ബിഹേവിയർ എന്താ, അവരുടെ ആറ്റിറ്റ്യൂഡ് എന്താ, അവരുടെ ലേണിംഗ് എന്താ, അവരുടെ പെർസെപ്ഷൻ എന്താ, അതുപോലെ ഓർഗനൈസേഷൻ കൾച്ചർ എങ്ങനെയായിരിക്കണം, നമ്മൾ ആ ഓർഗനൈസേഷന് ഒരു കൾച്ചർ ഉണ്ടാവുമല്ലോ, അതെങ്ങനെയാണ്, അതുപോലെ തന്നെ എങ്ങനെയാണ് സ്ട്രെസ്സും കോൺഫ്ലിക്റ്റ് മാനേജ്മെൻറ്റ് നടത്തേണ്ടത്, എങ്ങനെ ഗ്രൂപ്പ് ബിഹേവിയർ എങ്ങനെയാണ്, അങ്ങനെ ഓർഗനൈസേഷനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാം, ഓർഗനൈസേഷൻ എങ്ങനെ ഡിസൈൻ ചെയ്യാം, ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും OB എന്ന് പറഞ്ഞ സബ്ജക്റ്റ് പഠിച്ചാലാണ്
ഒക്കെ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ OB എന്ന് പറയുന്നത് ശരിക്കും പാർട്ട് ഓഫ് മാനേജ്മെൻറ്റ്, ശരിക്കും പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് പറയുന്നത് എന്തിൻ്റെ പാർട്ടാണ്? പാർട്ട് ഓഫ് എ ടോട്ടൽ മാനേജ്മെൻ്റ് ഒരു പാർട്ടാണ്. ഓക്കെ, ഇതിൻ്റെ ഹിസ്റ്ററി നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ നമ്മൾ OB കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്ക് മനസ്സിലായി. വളരെ നല്ലൊരു സബ്ജക്റ്റാണ്, വളരെ ഈസി സബ്ജക്റ്റാണ്. അപ്പോൾ ഈ ഈസി സബ്ജക്റ്റിൽ ഒരു ഇൻട്രൊഡക്ഷൻ മീനിങ്ങും ഡെഫിനേഷനുമാണ് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലായി. ഞാൻ അഡീഷണൽ 2 മെറ്റീരിയൽസും അയച്ചു തന്നിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഒരു PDF അയച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് 3 വോയിസ് നോട്ടും ഉണ്ട്. ഓക്കെ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 3 മെറ്റീരിയൽ 3 വോയിസ് നോട്ട് ഞാൻ നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നത് ഇതിൻ്റെ മീനിങ് എന്താണെന്നും ഡെഫിനിഷൻ എന്താണെന്നും സ്കോപ്പും നാച്ചറും അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻ്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണ് ഫസ്റ്റ് യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചത് ആദ്യം ഒരു ഓവർവ്യൂ ഓഫ് OBയുടെ ഓവർവ്യൂവും ആ സബ്ജക്റ്റ് പഠിക്കാൻ ഞാനൊരു അത് ഞാൻ ഡീറ്റെയിലായിട്ട് പരീക്ഷയ്ക്ക് എഴുതണ വിധത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വീണ്ടും ഞാൻ നോട്ട് തരാം. ഇപ്പോൾ ഒരു ഓവർവ്യൂ പഠിച്ചു. ജസ്റ്റ് മീനിങ്ങും ഡെഫിനിഷനുമാണ് ഫസ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ പഠിപ്പിച്ചത്. മീനിങ് എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ബിഹേവിയർ ഈസ് എ പാർട്ട് ഓഫ് ടോട്ടൽ മാനേജ്മെൻ്റ് ആണ്. ഇറ്റ്സ് റിലേറ്റഡ് ടു ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ വർക്കിംഗ് ടുഗദർ ഇൻ എ ടീം. അതായത് സ്റ്റഡി ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ റിലേറ്റ്സ് ടു എക്സ്പെക്റ്റഡ് ബിഹേവിയർ ഓഫ് എൻ ഇൻഡിവിജ്വൽ ഇൻ എൻ ഓർഗനൈസേഷൻ. Organization behavior as the study of what people think, feel and do in around the organization. Study of the organization behavior facilitate the process of explaining, understanding, predicting, maintaining and changing employee behavior in organization setting. ഇതിൽ പറഞ്ഞു ഇൻ ഷോർട്ടായിട്ട് ഓർഗനൈസേഷൻ ബിഹേവിയർ 2 ഫണ്ടമെൻ്റൽ കോമ്പണൻസിനാണ് റിവോൾവ് ചെയ്യുന്നത്. ഒന്ന് നാച്ചർ ഓഫ് മാനും ഒന്ന് നാച്ചർ ഓഫ് ഓർഗനൈസേഷനുമാണ്. ഈ നാച്ചർ ഓഫ് മാനും നാച്ചർ ഓഫ് ഓർഗനൈസേഷനും സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ അച്ചീവ് ഓർഗനൈസേഷൻ എഫക്റ്റീവ്, അല്ലെങ്കിൽ വി ക്യാൻ ഇംപ്രൂവ് ഓർഗനൈസേഷൻ. ഞാൻ പറഞ്ഞു ഓർഗനൈസേഷൻ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് ഡെവലപ്പ് ചെയ്യണം. എംപ്ലോയി ഡെവലപ്പ് ചെയ്യണമെങ്കിൽ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദർ ബിഹേവിയർ. ഓക്കെ, ഓർഗനൈസേഷൻ ബിഹേവിയറിൽ 2 ടേംസ് ആണ്. ഓർഗനൈസേഷൻ ബിഹേവിയർ, വാട്ട് ഈസ് ഓർഗനൈസേഷൻ, വാട്ട് ഈസ് ബിഹേവിയർ ഒക്കെ ഇപ്പോൾ ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സുകളിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ളത് പഠിക്കാം. താങ്ക് യു.